ഫാസ്റ്റ് ലൈഫാണ് നമ്മളിപ്പോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടികളും, ഞാനും എന്റെ ഭർത്താവും 2 കുട്ടികളും, ഒരുപാട് ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇടയിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, അത് പ്രിന്റ് മീഡിയ ആവട്ടെ, വിഷ്വൽ മീഡിയ ആവട്ടെ, ചാനലുകളാവട്ടെ, ആഘോഷിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതെന്താണെന്നറിയോ? കൂട്ട ആത്മഹത്യകൾ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ നിങ്ങൾ. കാരണം ഒറ്റയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് വാർത്തയല്ലാതായിട്ട് കേരളത്തിൽ വർഷങ്ങളായി. ഒറ്റയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ ഒരു വാർത്തയല്ല. എന്നാൽ കൂട്ട ആത്മഹത്യകൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കൂടെ ഞാനൊരു വാർത്ത കണ്ടു. ഭാര്യയും ഭർത്താവും 3 കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത്, വിഷം കൊടുത്ത് കൊല്ലുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയ ഒരു വൃത്തികെട്ട സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിന് കാരണം? വിശക്കുമ്പോ ചോറ് വാരി കൊടുക്കുന്ന കൈ കൊണ്ട് വിഷമൂട്ടുന്ന അമ്മമാരും അച്ഛന്മാരുമുള്ള അധപതിച്ച നാടായിട്ട് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. നമ്മൾ പറയുന്നത് പ്രബുദ്ധ കേരളം എന്ന്. ഇത്രമാത്രം മണ്ടന്മാരുള്ള, മന്ദബുദ്ധികളുള്ള, യാതൊരു തരത്തിലും സാമ്പത്തികമായി ബോധമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടെ. ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമൂഹത്തിന്റെ മുന്നിലാണ് ഒരു പറ്റം ചെറുപ്പക്കാർ എന്ന് പറയുന്നത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഞങ്ങളുടെ കൂടെ വരണം. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളുടെ വരുമാനത്തിൽ മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിത്തരാൻ ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് അവരോട് ചിരിക്കാനെങ്കിലും നമ്മൾ തയ്യാറാവണം. നമ്മൾ കൈയടിക്കണമെന്നത് വേണ്ട. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ കയ്യിലൊന്ന് പിടിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ? ആലോചിക്കണം. ശരിക്കും നിങ്ങൾ ആലോചിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സമൂഹം ഇതാണ്. മലയാളിയുടെ പൊള്ളയായ ചില സങ്കല്പങ്ങൾ, ചില കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ആത്മഹത്യകൾ പെരുകുന്നു. കാരണം എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വമില്ലായ്മയാണ് ഇന്ന് മലയാളി നേരിടുന്ന, കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ് നമ്മളെ പഴമക്കാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ആണോ അല്ലയോ? ആ നാടോടുമ്പോൾ നടുവേ ഓടാൻ വേണ്ടി ലോൺ എടുത്ത് കൂട്ടുന്നു, EMI വാങ്ങിച്ചു കൂട്ടുന്നു. അവസാനം ഒരു കയറിൽ അവസാനിക്കുന്നു. അവസാനം ഒരു കുപ്പി വിഷം അതിൽ അവസാനിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്രമാത്രം പിഞ്ചു കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാട്ടിൽ പിടഞ്ഞു മരിച്ചത്. കാരണം എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലവിടെ. അതിനൊപ്പം തന്നെ മലയാളിയുടെ കപട വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു പറ്റം തട്ടിപ്പ് കമ്പനികൾ. 2011-ലും 2012-ലും തൃശ്ശൂർ ആസ്ഥാനമായി ഒരു കമ്പനി നടത്തി ഒളിവിൽ പോയ ഒരു വ്യക്തി അവിടെ നിന്ന്, ആ ജയിലിൽ നിന്ന് ഇറങ്ങി ഒരു പുതിയ കമ്പനി തട്ടിക്കൂട്ടിയപ്പോ ആ കമ്പനിയിലൂടെ മേലടങ്ങാതെ പണിയെടുക്കാമെന്ന് വ്യാമോഹിച്ച് കോടിക്കണക്കിന് രൂപ കൊണ്ടുകൊടുത്ത് ഇപ്പൊ ആ പറയുന്ന വ്യക്തി കാക്കനാട് സെൻട്രൽ ജയിലിൽ ഉണ്ടതെന്ന് ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പ്രതാപൻ. കമ്പനിയുടെ പേരാണ് ഹൈറിച്ച്. മനസ്സിലായോ? അപ്പൊ ഒരു ഭാഗത്ത് ആത്മഹത്യയുടെ വലിയ കരാള, മറുഭാഗത്ത് ഇത്തരത്തിൽ മലയാളിയുടെ ഈ ഒരു സാമൂഹ്യ ബോധത്തെ ചൂഷണം ചെയ്ത് തടിച്ചു വീർക്കുന്ന, കൊഴുത്ത് കൊള്ളയടിക്കുന്ന ഒരു പറ്റം കമ്പനികൾ ഇറങ്ങിയിരിക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കോടീശ്വരനാവാൻ കഴിയുന്ന, എളുപ്പം പണക്കാരനാവാൻ കഴിയുന്ന തട്ടിപ്പ് പരിപാടിയാണെന്ന് സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പറ്റം ഹൈറിച്ചിനെ പോലെയുള്ള തട്ടിപ്പ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ അരങ്ങു വാഴുമ്പോ മോദി കെയറിന്റെ കൊടി ഉയർന്നു പറക്കുകയാണ്. കഴിഞ്ഞ 28 വർഷമായി, the last 28 years യാതൊരു തരത്തിലും കയ്യിൽ കറപുരളാതെ യാതൊരു തരത്തിലും ഒരു നെഗറ്റീവ് ലിസ്റ്റിംഗ് ഇല്ലാതെ ഈ കമ്പനി സധൈര്യം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പഠിക്കണം. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്, എന്താണ് മോദി കെയർ എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആമുഖമായിട്ട് പറയണം, നിങ്ങൾ ആരെങ്കിലും വഴിതെറ്റി വന്നതാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് കോടികൾ നേടാം, പണിയെടുക്കാതെ കാശുണ്ടാക്കാം, വെറുതെ ഇരുന്നാ മതി, ലക്ഷങ്ങൾ വീട്ടിലേക്ക് വന്നോളും, പെട്ടെന്ന് കോടീശ്വരനാവാൻ പിശാരടിയിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് വരൂ എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വഴിതെറ്റി. സ്റ്റാൻഡ് വിട്ട് പോകണം. കാരണം ഇത് പണിയെടുക്കുന്നവർക്കുള്ള സ്ഥലമാണിത്. ഇത് പണിയെടുത്താൽ മാത്രം വിജയിക്കുന്ന സ്ഥലമാണ്. എന്നാൽ അഹോരാത്രം പണിയെടുക്കേണ്ട ഒരു ടീമിന്റെ കൂടെ, ഒരു സിസ്റ്റത്തിന്റെ കൂടെ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. ഇവിടെ നിങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്.
കോടികൾ ഇൻവെസ്റ്റ് ചെയ്യരുത്, ആളുകളെ പിടിക്കരുത്. അതിനു പകരം മനസ്സിലാക്കണം, സ്വന്തം ഉൽപ്പന്നത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കണം, അത് മറ്റുള്ളവരോട് പറയണം. ഞാൻ ഈ പറഞ്ഞത് ഇന്നത്തെ കേരളത്തിന്റെ റിയാലിറ്റിയാണ്. ഒരു ഭാഗത്ത് നാടോടുമ്പോൾ നടുവേ ഓടാൻ വേണ്ടി മലയാളി പല കുരുക്കിലും ചെന്ന് തലവെച്ചു കൊടുക്കുന്നു. അതിനൊരു കുരുക്കാണ് ഞാൻ പറഞ്ഞത്. ഓൺലൈൻ ഗെയിമിംഗ്, ഇതുപോലെയുള്ള ഫണ്ട് ഫ്രോഡ് സ്കീമുകൾ എത്ര കോടികളാണ് ഇവിടുത്തെ തട്ടിക്കൊണ്ടുപോയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നത് 1500 കോടിയിലധികം മലയാളി കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ ഘോരഘോരം പ്രസംഗിച്ചു. എന്റെ വായിന്റെ വെള്ളം വെച്ചതുവരെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്തരത്തിലുള്ള കമ്പനികളിൽ 10 പൈസ ഇട്ടേക്കരുത്. അന്തവർ എന്നെ നോക്കി പല്ലിളിച്ചു. കാരണം ഞാൻ വേറൊരു കമ്പനി ചെയ്യാണല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾ ചെയ്യരുത്. ഇദ്ദേഹം ഒരിക്കൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ്, നിങ്ങൾ ചെയ്യരുത്. ഇത് തട്ടിപ്പാണ്. ഒരിക്കലും കാശ് എങ്ങനെ പെറ്റുവരികയില്ല. കാശ് എന്ന് പറയുന്നതിന് ചില നിയമങ്ങളുണ്ട്, ചില മണി ലോസ് ഉണ്ട്, വെൽത്തിന് ചില ലോസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില ഫിലോസഫീസ് ഉണ്ട്. ഒരിക്കലും പണം വിറ്റുവരികയില്ല. അങ്ങനെ ഒരു സൂത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവിടെ അംബാനിയും അദാനിയും ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അവരത് ഉപയോഗിച്ചാൽ പോരെ. എന്തിനാണ് ഇവിടെ ബാങ്കുകൾ, റിസർവ് ബാങ്ക് എന്തിനാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്? ഇത്തരത്തിലുള്ള ചില മാജിക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് അപ്ലൈ ചെയ്താൽ പോരെ. കേട്ടില്ല. ഞാൻ പറഞ്ഞപ്പോ എന്നെ നോക്കി പല്ലിളിച്ചു. ഞാൻ പറഞ്ഞപ്പോ എന്നെ നോക്കി പരിഹസിച്ചു. ഞാൻ പറഞ്ഞപ്പോ എന്നെ നോക്കി അടക്കം പറഞ്ഞു. ഇപ്പോ പഴയൊരു പരസ്യമുണ്ട്, അനിക്സ്പ്രേ എന്നാണ് ആ പരസ്യത്തിന്റെ പേര്, സോറി ആ പ്രോഡക്റ്റിന്റെ പേര്. അതിലവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. നാട്ടിലുമില്ല, വീട്ടിലുമില്ല. കാരണം എന്താണ്? നാണം കെട്ടവരായി, മാനം കെട്ടവരായി മാറി. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പണക്കാരനാവാനുള്ള അമിത മോഹം, പെട്ടെന്ന് പണക്കാരനാവാനുള്ള അമിത മോഹം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, റിയാലിറ്റി ഈസ് ഓൾവേസ് റിയാലിറ്റി. ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തതിന്റെ പേരിൽ മലയാളി പലപ്പോഴും ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു. മറുഭാഗത്ത് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രബുദ്ധരായ ഒരുപാട് മന്ദബുദ്ധികൾ നിറഞ്ഞ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണമിടപാടുകൾ, തട്ടിപ്പുകൾ നടക്കുന്നു. ആലോചിച്ച് നോക്കുക. പത്രമാധ്യമങ്ങൾ വായിക്കുന്നില്ല നിങ്ങൾ? ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയത് ഡോക്ടർ ഹംബോ. അപ്പുറത്തേക്ക് വീണ്ടും നമ്മൾ വായിക്കുന്നു, അടുത്ത തട്ടിപ്പിൽ കുടുങ്ങിയത് എഞ്ചിനീയർ. ഇവരുടെ തലയ്ക്കകത്ത് എന്താ ചാണകമാണോ? ഇവരുടെ തലയ്ക്കകത്ത് എന്താണ് ചാണകമാണോ? ആലോചിക്കേണ്ടേ? നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകുന്ന സമയത്ത് എങ്ങനെയാണ് വരുമാനം തരുന്നതെന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ അവൻ കിടക്കുന്ന അവന്റെ വീടും കിടപ്പാടവും വരെ പണയപ്പെടുത്തി ഈ വക കമ്പനികളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന ഇവരെയൊക്കെ മന്ദബുദ്ധി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും? നിങ്ങൾ പറയണം, ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം, ഇവരെയൊക്കെ മന്ദബുദ്ധി എന്നല്ലാതെ എന്താ നമ്മൾ വിളിക്കേണ്ടത്? പണം എന്ന് കേൾക്കുമ്പോ ഓടിച്ചാടി പുറപ്പെട്ടിരിക്കുക. ചെയ്യരുത് സുഹൃത്തുക്കൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള പണം ഡയറക്ഷനിൽ കാണുന്ന പേരിൽ ഈ ഹോളിലേക്ക് നിങ്ങൾ എളുപ്പം കോടീശ്വരനാവാനാണ് വന്നതെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, കയറി പൊക്കോളം വീട്ടിലുണ്ട്. കാരണം അതിനുള്ള സ്ഥലമല്ല. പിന്നെയും ഞാൻ പ്രഖ്യാപിക്കുക, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്, കയറി വീട്ടിലേക്ക് പോകണം. ഇത് നിങ്ങൾക്കുള്ള സ്ഥലമല്ല. കാരണം ഈ കമ്പനി കഴിഞ്ഞ 27 വർഷത്തിനിടയിൽ ഒരു തവണ പോലും പേ ഔട്ട് മുടക്കാത്ത കമ്പനിയാണ്, ഖ്യാതിയുള്ള കമ്പനിയാണ്. മനസ്സിലാക്കണം നമ്മൾ. ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വികസിത രാജ്യങ്ങളിൽ ഒരുപാട് ആളുകളെ മില്യനേഴ്സ് ആക്കിയ, റിച്ചാക്കി മാറ്റിയ ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കേരള ഗവൺമെന്റ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ചരിത്രം മാറുകയാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോ, ഈ ബിസിനസ് മോഡലിനെ കുറിച്ച് പറയുമ്പോ നെറ്റിച്ചുളിച്ചിരുന്ന പലരും ഇന്ന് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറായി. അതിന്റെ മാറ്റമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ഗവൺമെന്റ് ഈ ഒരു ബിസിനസ് മോഡലിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഈ ഒരു ബിസിനസ് മോഡലിനെ പഠിക്കാൻ വേണ്ടി, ഈ ഒരു ബിസിനസ് മോഡലിലെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ലോഞ്ച് ചെയ്യാൻ പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ആ പ്രോഗ്രാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കേണ്ടിയിരുന്ന ആ പ്രോഗ്രാം തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മനസ്സിലാക്കുക, നമ്മൾ വന്നിരിക്കുന്ന, നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഈ ഇൻഡസ്ട്രി വലിയ മാറ്റങ്ങൾ നടക്കാൻ പോകും. വലിയ മാറ്റങ്ങൾ നടക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം നട്ടം തിരിയുന്ന മലയാളി. അതിന് കാരണം ആരാണ്? അതിനാരാണ് കാരണം? നരേന്ദ്രമോദിയാണ്. ആണോ? എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ മറ്റേ പാർട്ടിയിലാണ്.
നരേന്ദ്രമോദിയാണോ കാരണം? പിണറായി വിജയനാണോ കാരണം? ഇപ്പൊ മനസ്സിലായി. നരേന്ദ്രമോദിയുമല്ല, പിണറായി വിജയനുമല്ല. ലോകത്തിന്റെ സാമ്പത്തിക ക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമ്പന്നൻ അതിസമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പന്നൻ അതിസമ്പന്നനാകുന്നു. ദരിദ്രർ അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു. ഇതാണ് മാറുന്ന ലോകം എന്ന് പറയുന്നത്. ഇതാണ് മാറുന്ന ലോകം. ആരെ കുറ്റം പറയാൻ പറ്റും? ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഈ അടുത്ത ദിവസം എനിക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മോദിക്കേറിന്റെ ഭാഗമായിട്ട് ഞാൻ സ്പെയിനിൽ പോയിട്ടുണ്ടായി. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ട്രിപ്പ് ഞാൻ യൂറോപ്പിലേക്ക് പോവുകയുണ്ടായി. സോ ജർമ്മനിയിലും പാരീസിലും ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തു. അവിടെ ഞാൻ പോയ സമയത്ത് എന്നെ ശരിക്കും സ്പർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പോയ സമയത്ത് നമ്മുടെ നാട്ടിലേതുപോലെ തൊഴിലാളികളെയും അധികം കണ്ടില്ല. അത് പെട്രോൾ പമ്പ് ആവട്ടെ, സൂപ്പർ മാർക്കറ്റുകളാവട്ടെ, മറ്റുള്ള സ്ഥലങ്ങളാവട്ടെ, അവിടെയൊന്നും എംപ്ലോയീസ് ഇല്ല. എല്ലാം മെഷീൻസ് ആണ്. ഒരു പെട്രോൾ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ പെട്രോൾ പമ്പും അതിന്റെ ബാക്കിയുള്ള വലിയൊരു സൂപ്പർ മാർക്കറ്റും റൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ആകെ 3 പേര് മാത്രമാണ്. 3 സ്ത്രീകളെ വെച്ചാണ് അത്രയും വലിയൊരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു പെട്രോൾ പമ്പിൽ എത്ര സ്റ്റാഫ് ഉണ്ടാവും? യെസ്. അടുത്ത 4-5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പോൾ അതുണ്ട് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ടെക്നോളജി ആർക്കും തടയാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി മിസ്റ്റർ നിതിൻ ഗഡ്കരി പറഞ്ഞത്, ഇന്ത്യയിൽ ഡ്രൈവർലെസ് കാറുകൾക്ക് അപ്രൂവൽ കൊടുക്കില്ല. കാരണം ഇവിടെ ടാക്സി ഇൻഡസ്ട്രി ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ടാക്സി ഡ്രൈവേഴ്സിന്റെ പണി പോകും. പക്ഷെ ചോദ്യം, നിതിൻ ഗഡ്കരിക്ക് ഇത് എത്ര കാലം തടഞ്ഞു നിർത്താൻ സാധിക്കും? ടെക്നോളജി എത്ര കാലം തടഞ്ഞു നിർത്താൻ സാധിക്കും? 10-15 വർഷം മുമ്പ് നമ്മളൊക്കെ മൊബൈൽ സംസാരിക്കുന്ന സമയത്ത്, മൊബൈൽ കാണുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞിരുന്നു, എന്തിന്റെ ആവശ്യമാണ് ഇതൊക്കെ ഒരു ലക്ഷറി അല്ലേ, വീട്ടിൽ ഫോണില്ലേ, എന്തിനാണ് ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ. ഇപ്പൊ എനിക്കറിയാം 1-2 നേരത്തെ ഭക്ഷണം മുടങ്ങിയാൽ റീചാർജ് മുടക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ടെക്നോളജിയെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ നിങ്ങൾ മാറിപ്പോവേണ്ടി വരും. ലോകത്ത് നിന്ന് ഇഷ്ടം പോലെ കമ്പനികളെ നമുക്ക് കാണിക്കാൻ സാധിക്കും. സോ ഈ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ജോലികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ തൊഴിൽ സംസ്കാരങ്ങൾ മാറും, നമ്മുടെ ബിസിനസ് കൾച്ചർ മാറും. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഞാൻ കണ്ട മറ്റൊരു കാഴ്ച കൂടെ പറയുകയാണ്. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറാൻ വേണ്ടി കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയപ്പോ അവിടെയുണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കൂട്ടം. ഞാൻ പേടിച്ചു പോയി, എന്തെങ്കിലും സംഭവിച്ചോ? നോക്കുമ്പോ സംഭവിച്ചത് എന്താണെന്നറിയോ? ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടത്തോടെ നിൽക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? അപ്പൊ അവർ എന്നോട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, we are flying to UK. Yes sir, we are flying to Amsterdam. ഞങ്ങൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നു, ഞങ്ങൾ UK-യിലേക്ക് പോകുന്നു, ഞങ്ങൾ കാനഡയിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ കേരളം ചേട്ടാ ഇവിടെ എന്തുണ്ട്? എന്താണ് ചേട്ടാ ഇവിടെ എന്തുണ്ട്? അപ്പൊ ഞാൻ ഒരു പെട്ടെന്ന് അവരുടെ ചോദ്യം കേട്ടപ്പോ എനിക്കൊന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പറഞ്ഞു, കേരള ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ എന്നോട് പറയാണ്, അതുകൊണ്ട് ആർക്കാ ചേട്ടാ ഗുണം? സീരിയസ്, അതുകൊണ്ട് ആർക്കാ ചേട്ടാ ഗുണം? നമ്മുടെ യുവതലമുറ നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ ഫ്യൂച്ചർ ഇല്ലല്ലോ. ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രെയിൻ ഡ്രെയിൻ? ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ആ തലച്ചോറ്. അതിനെന്താ ശരിക്കും പറയാ? മലയാളത്തിൽ എന്താ നമ്മൾ പറയാ? ആ മസ്തിഷ്ക ചോർച്ച സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു വലിയ വാക്കാണ്. സിമ്പിൾ ആയിട്ട് പറയട്ടെ, നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ കുട്ടികളുടെ ബുദ്ധി, നമ്മുടെ കുട്ടികളുടെ ടാലന്റ് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അവർ പുറത്തുള്ള വലിയ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇതിനെ പറയുന്നവരാണ് ബ്രെയിൻ ഡ്രെയിൻ. ഇതാണ് നാട്ടിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ്, ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ, എനിക്കൊന്നും പറ്റില്ല, പൈസ സൂപ്പും വിൽക്കാൻ, നിങ്ങളെ വിൽക്കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ എന്താണ്? കുറെ ആളുകൾ അങ്ങനെയാണല്ലോ ഈ ബിസിനസിനെ കാണുന്നത്, അല്ലെ? കുറെ ആളുകളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട്, ഇറ്റ്സ് എ ബിസിനസ് ഓഫ് സെല്ലിംഗ് പേസ്റ്റ് ആൻഡ് സോപ്പ്. അങ്ങനെയാണ് കുറെ ആളുകളെ കാണുന്നത്. Absolutely you are wrong, my dear friends. Absolutely you are wrong. It is the one and only platform to achieve your dreams. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിന്റെ ഡെഫിനിഷൻ. ഞാൻ പറയാൻ മനസ്സിലായോ?
It is a one and only platform to achieve your big dreams. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ? ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് മോദി കെയർ ബിസിനസ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ചെയ്യാനുള്ള പ്രോസസ്സിന്റെ ഭാഗമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്നത് ഞാൻ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭാഗത്ത് സാമ്പത്തിക സുരക്ഷിതത്വമില്ല, മറുഭാഗത്ത് മലയാളിയുടെ ഈ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലതരം മാഫിയകൾ, പലതരം കമ്പനികൾ ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മറുഭാഗത്ത് നമ്മുടെ നാട്ടിൽ സമ്പന്നർ അതിസമ്പന്നരും ദരിദ്രർ അതിദാരിദ്ര്യത്തിലേക്ക് വീഴുന്ന അതിദയനീയമായ ഒരു കാഴ്ച. കേരളം ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ബിസിനസ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ഉത്തരവില്ല. നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ബിസിനസ് മോഡൽ ഇല്ല. ഇവിടെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതിയും വിപണന രീതിയും മാറ്റുന്ന സമയത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, ശരിക്കും ആലോചിക്കണം, ശരിക്കും ആലോചിക്കണം, അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡൽ. നിങ്ങൾ ഈ ബിസിനസിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, റിസ്ക് വേണ്ട, ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട, ഗോഡൌൺ വേണ്ട, ഷോപ്പ് വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഈ സ്മാർട്ട് ഫോൺ എന്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ സ്മാർട്ട് ആയോ? ഞാൻ സ്മാർട്ട് ആയോ? ഇവിടെ ഇരിക്കുന്നവർക്ക് ബഹുഭൂരിഭാഗം പേരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. നെഞ്ചിൽ കൈവച്ച് പറയാമോ 10ൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യാറുണ്ടെന്ന്? ഇല്ല, ഇല്ല. We are not smart, but we are using smartphones. Dear friends, ഈ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കണം നിങ്ങൾ. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതിയും വിപണന രീതിയും മാറുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ആ സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരമായ പ്രൂവ് ചെയ്ത തെളിയിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡൽ. ആ മോഡലിലേക്കാണ് നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ മോഡലിന്റെ വലിയൊരു സെലിബ്രേഷൻ ആണ് ഈ വരുന്ന ഡിസംബർ 14-ാം തീയതി ലുലു ഹയാത്തിൽ വെച്ച് നടക്കാൻ പോകുന്നു. പഠിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. കുറെ ആളുകൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ദൈവമേ ഈ മുട്ടത്തലയിൽ എന്താ ഭ്രാന്തായിരുന്നു. ഈ സ്റ്റേജിൽ വരുമ്പോ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ അറിയാതെ ആ ഒരു മാഡ്നസ് വന്നു പോകും. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചേ മതിയാവും, സംസാരിച്ചേ മതിയാവും. ഈ ബിസിനസ് മോഡലിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോഴും ചില ആളുകൾക്ക് മോദി കെയർ എന്ന് പറയുമ്പോൾ ആ പേസ്റ്റും സോപ്പ് കൊടുക്കുന്ന പരിപാടിയാണ്. ഇപ്പോഴും മോദി കെയർ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും. എങ്ങനെ എങ്ങനെ സംഗതി നല്ലതാണ്, പ്രോഡക്ട്സ് നല്ലതാണ്, ബിസിനസ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ എങ്ങനെ പറയും? കാരണം ഞാൻ പണിക്ക് വീട്ടിൽ തറവാട്ടിൽ അബൂബക്കറിന്റെ മോനല്ലേ. ഞാനെങ്ങനെ സംസാരിക്കും? മലയാളികളുടെ അടുത്ത കപട സ്നേഹത്തെ ഞാനിവിടെ ചോദ്യം ചെയ്യുകയാണ്. മലയാളികളുടെ അടുത്ത ഒരു വലിയ കപട സ്നേഹത്തെ ഞാനിവിടെ ചോദ്യം ചെയ്യാം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ കഥയാണെന്ന് തോന്നാം, നിങ്ങളുടെ കഥയാണെന്ന് തോന്നാം. ആലോചിച്ച് നോക്കുക, ഒരു മാസം 2 കല്യാണവും 2 ഹൗസ് വാമിങ്ങും പറ്റുമെങ്കിൽ ഒരു ആക്സിഡന്റും കൂടി വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവാവുന്ന ബഡ്ജറ്റാണ് നമ്മുടെയൊക്കെ. യെസ് ഓർ നോ? യെസ് ഓർ നോ? അങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്ത് കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോ ATM കാലിയാവുമ്പോ ഭാര്യയെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുന്നു, നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. എന്നിട്ട് അവളോട് വളരെ 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 ഡിപ്ലോമസി ആയിട്ട് നിങ്ങൾ ചോദിക്കുന്നു, ഈ മാല നീ ഉപയോഗിക്കാറില്ലല്ലോ, ഈ വളം നിനക്ക് ആവശ്യമില്ലല്ലോ. അപ്പോ ഭാര്യ വളരെ സ്നേഹത്തോടെ, കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടില്ല, ഇതുപോലെ ഉമ്മ വെച്ചിട്ടില്ല. അപ്പൊ ഭാര്യ സ്നേഹത്തോടെ പറയുന്നു, അതിനെന്താ ചേട്ടാ, കുഴപ്പമില്ല, കൊണ്ടൊക്കെ പോളൂ. കപട സ്നേഹമല്ലേ ഇത്? കപട സ്നേഹമല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ തവണ 2013 കല്യാണം കഴിഞ്ഞ് 2014 ആദ്യമായിട്ട് അൻഷീരുടെ അടുത്ത് ഞാൻ എന്റെ വിഷമം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവളെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നീട് അതിന്റെ ആവശ്യം വന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് പിന്നെ ഒരു ശീലമായി. ഹലോ, കപട സ്നേഹം, കപട സ്നേഹം. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിൽ സംസാരിച്ചപ്പോ ബാക്കിൽ ഇരുന്നൊരു ചേച്ചി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറേ സത്യമാണെന്ന്. മതിയാക്കല്ലേ? പോട്ടെ. ഞാൻ
നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതിന്റെ ആവേശത്തിൽ, എന്തില്? ആ ആവേശത്തിൽ, അല്ലെ? ഒരു ആരംഭ ശൂന്യത്വം. ഈ മുട്ടത്തല ചിലപ്പോൾ ഒരു 6 മാസം മുമ്പ്, 1 കൊല്ലം മുമ്പ് ഈ കമ്പനിയിൽ വന്നിട്ടുണ്ടാവും, കുറെ മാറ്റങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവും, കുറെ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന്റെ ആവേശത്തിലാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതുപോലെ സക്സസ് ഉണ്ടാക്കി സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ അധികം പേരില്ല. ഇതുപോലത്തെ കുറച്ച് പീസുകളേ ഉള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് 10 years ഇവിടെ തന്നെ ഉണ്ട്. ഈ ലാസ്റ്റ് 10 വർഷം എന്റെ മാത്രമല്ല, എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ, ഒന്നും രണ്ടുമല്ല, സ്വന്തം ഉമ്മ കൈവിട്ട് പോയപ്പോ, സ്വന്തം ഉമ്മ മരിച്ചു പോയപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിറങ്ങലിച്ചു നിന്ന ഒരു സാധാരണ വീട്ടമ്മ, അടുക്കളയുടെ 4 ചുവരുകൾക്ക് അപ്പുറത്ത് ഒരു ലോകമുണ്ടെന്ന് പോലും സ്വപ്നം കാണാൻ തയ്യാറല്ലാതെ ഒരു വീട്ടമ്മ ഈ ബിസിനസ്സിലേക്ക് വന്ന് ഇന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവരും മാസം 1 ലക്ഷം രൂപ നേടുമെന്ന് പ്രഖ്യാപിച്ചപ്പോ അവരെ സമൂഹം പുച്ഛിച്ചു, അവരെ സമൂഹം കളിയാക്കി. എന്നാൽ അവിടെ നിന്ന് 4-5 മാസങ്ങൾ കഴിഞ്ഞപ്പോ, 1 കൊല്ലം കഴിഞ്ഞപ്പോ 1 ലക്ഷത്തിലധികം വരുമാനം വാങ്ങിച്ച് ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചില്ലേ സൽമ അഫ്സൽ, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരു ചെണ്ടക്കാരന്, ഒരു കൂലിപ്പണിക്കാരന്റെ മകന് സ്വപ്നം കാണുന്ന ലിമിറ്റേഷൻസ്. അവന്റെ സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യം നല്ല കുടുംബത്തിലുള്ളവരായിരുന്നു, അവന്റെ സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ആ സുഹൃത്ത് വലയങ്ങളിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം അവന്റെ വിഷമങ്ങൾ അവന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അവന്റെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അവൻ സ്വപ്നങ്ങൾ പറഞ്ഞപ്പോ, അവൻ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോ അവന്റെ സുഹൃത്തുക്കളെ മാറ്റി നിർത്തി. പക്ഷെ പിന്നീട് അവൻ തിരിച്ചറിഞ്ഞു അവന് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന്. അവന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ വ്യക്തിയെ കൈമുറുക്കി പിടിച്ചപ്പോ പിന്നീട് അന്ന് പുച്ഛിച്ചവരൊക്കെ ആരാധകരായി മാറി. ആ വ്യക്തിയുടെ പേരാണ് ശ്രീജിത്ത് പുട്ടാമി. അറിയോ നിങ്ങൾക്ക്? ആ വ്യക്തിയുടെ പേരാണ് ശ്രീജിത്ത് പുട്ടാമി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള നിരവധി ആളുകളെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കപട സ്നേഹമാണ്. ഈ കപട സ്നേഹം കാണിക്കുമ്പോൾ ഇല്ലാത്ത ദുരഭിമാനമാണ് നമുക്ക് ഈ സത്യസന്ധമായ ബിസിനസ് മോഡൽ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മൾ വെച്ച് പുലർത്തുന്നത്. ശരിയാണോ അല്ലയോ? ഈ കപട സ്നേഹം കാണിക്കുന്ന നമ്മളാണ് ഇത്രയും സത്യസന്ധമായ ഉൽപ്പന്നം, ഇത്രയും സത്യസന്ധമായ ബിസിനസ് മോഡൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ദുരഭിമാനം കൊണ്ട് നടക്കുകയാണ്. നമുക്കറിയാം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളുകളായി, ഇനിയും എത്രയോ നാളുകൾ ജീവിക്കാനുണ്ട്. ഇത്രയധികം നാളുകളായിട്ടും കുട്ടികളുടെ ആഗ്രഹങ്ങൾ, ഭാര്യയുടെ ആഗ്രഹങ്ങൾ, ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, വീട്ടുകാരുടെ ആഗ്രഹങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അഭിമാനത്തിന് ഒരു കുറവില്ല. ഹലോ, ഞാൻ നിർത്തി. നമ്മുടെ ബിസിനസ് മോഡൽ എത്രമാത്രം എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാതെ ഈ ഹോളിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് പുച്ഛം കാണിക്കുന്ന, നമ്മളോട് നെറ്റിച്ചൊളിച്ച് കാണിക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ കളിയാക്കുന്ന അവരെയാണോ നമ്മൾ കൂടെ നിർത്തേണ്ടത്? അതോ ഞാൻ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്കും സാധിക്കുമെന്ന് പറയുന്ന ഒരുപറ്റം ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെയാണോ നിങ്ങൾ കൂടെ നിർത്തേണ്ടത്? ആലോചിച്ചിട്ട് പറയണം. ഈ ബിസിനസ് മോഡലിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് ശരിക്കും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു വലിയ മോഡലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ്, മണി ചെയിൻ ബിസിനസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാവും. ആ ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും, ഒരു ക്രെഡിബിലിറ്റി ഉള്ള കമ്പനി ഉണ്ടാവും. അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, പഠിക്കണം, ആളുകളോട് പറയണം. അൾട്ടിമേറ്റ്ലി ലോകത്തെ എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നത് പോലെ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പല കമ്മ്യൂണിറ്റിയുടെയും ഭാഗമാണ് നമ്മളിപ്പോ. നിങ്ങൾക്കറിയില്ല, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ കണ്ണൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, AVTയുടെ ഭാഗമാണ്. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഹാർപിക്കിന്റെയും ലൈസോളിന്റെയും ഭാഗമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാരച്യൂട്ടിന്റെ ഭാഗമാണ്. നിങ്ങൾ ഡ്രസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ സർഫെക്സലിന്റെയും വീലിന്റെയും ഭാഗമാണ്. ചോദ്യം ഒന്നേ ഉള്ളൂ, എന്തുണ്ടാക്കി?
ഈ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് എല്ലാ മാസവും പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചപ്പോ എന്തുണ്ടാക്കി? 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ വരുന്ന സമയത്ത് ഞാനും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒന്ന് മാറ്റി ഉപയോഗിച്ചുകൂടാ? കാരണം ഞാൻ വരുന്നത് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. നിങ്ങൾ എല്ലാവരും അത് അറിയണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. കാജാൽ ബീഡി കമ്പനിയിൽ ജോലി ചെയ്യുന്ന അബൂബക്കറിന്റെയും ഐഷയുടെയും 4ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. 4ാം ക്ലാസ് വരെയാണ് രണ്ടുപേരും പഠിച്ചിട്ടുള്ളത്. 7 മക്കളുണ്ട്. എനിക്ക് 3 ബ്രദേഴ്സും ഉണ്ട്, 3 സിസ്റ്റേഴ്സും ഉണ്ട്. ആലോചിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം ലിമിറ്റേഷൻസ് ഉണ്ട് ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി, പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി, സ്വപ്നങ്ങളുടെ കരുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു, സ്വപ്നങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കി. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഗുരുവായൂർ പലപ്പോഴും എന്നെ ഉമ്മാനെ ഇരുത്തിയിട്ട് 40,000 രൂപ വിലയുള്ള എന്റെ CD ഡോൺ ബൈക്കിൽ ഞാൻ എങ്ങനെ ഓടിച്ചു പോകുമ്പോ ഞാൻ ഉമ്മാട് പറയും, വലിയ കാറുകൾ കാണുമ്പോൾ ഞാൻ ഉമ്മാട് പറയും, ഉമ്മ ഇതാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന കാർ. അപ്പൊ ഉമ്മനോട് പറയും, മോനെ ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ലടാ, മോനെ ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ലടാ, നീ ഇരുന്നിട്ട് കാലം നീട്ടി ഇങ്ങനെ പറയും. വീണ്ടും ഞാൻ ഉമ്മയോട് പറയും, ഉമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്? ഉമ്മ പറയും, വെള്ള കളർ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനെ. അപ്പൊ ഞാൻ ഉമ്മയോട് പറയും, നമ്മൾ വാങ്ങിക്കും. ഉമ്മ പറയും, മോനെ ഒരു മഴ പെയ്താൽ 4 ബക്കറ്റ് നിരത്തി വെച്ചേ നിനക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റൂ, ആ വീട്ടിൽ നിന്ന് നീ അത് എങ്ങനെ ചിന്തിക്കുമെന്ന് എന്റെ മോൻ എന്നോട് ചോദിക്കാറുണ്ട്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഉപ്പ ലീവിന് നാട്ടിലേക്ക് വരുമ്പോ ഉപ്പാനെ കൊണ്ട് മദർ ഹോസ്പിറ്റലും അമല ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുമ്പോ കാറുകളൊക്കെ പോകുമ്പോ ജിഷാദ് ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു കാറില് ഉമ്മാനെ കൊണ്ടുപോകാൻ സാധിക്കുക, ഉപ്പാനെ കുട്ടി എങ്ങനെ പോകാൻ സാധിക്കും? കാരണം ഉപ്പ അത്രയും ക്ഷീണിതനാണ്. അപ്പോഴും ഉപ്പ വർക്ക് ചെയ്യാണ്. ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഉപ്പ പോയി കാറില്ലാത്ത വീടില്ലാത്ത ലോകത്തേക്ക് ഉപ്പ പോയി. ഉപ്പാടമ്മ കുറച്ചുകൂടെ വളർന്നു. ഉപ്പാടെ മകന് മനസ്സിലായി സ്വപ്നങ്ങളുടെ കരുത്ത് അപാരമാണ്. പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. 2018 തൃശ്ശൂർ ജീപ്പ് കോമ്പസിന്റെ ഷോറൂമിൽ നിന്ന് 24 ലക്ഷം രൂപയുടെ ഒരു ജീപ്പ് കോമ്പസ് വൈറ്റ് കളർ കാർ ഉമ്മാടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ നമുക്കും ഇതൊക്കെ പറ്റും, നമുക്കിതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. 2019 ഓഗസ്റ്റ് 15-ാം തീയതി രാത്രി 10 മണിക്ക് തൃശ്ശൂർ അസറ്റ് ചിരാഗിലെ 5E എന്ന ഡോറ് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് ഉമ്മാക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഉമ്മ ഡോറ് തുറന്നപ്പോ അമ്മ ഞെട്ടിപ്പോയി. അതുവരെ ഉമ്മ അങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ചോർച്ചയില്ല, 1.25 കോടിയുടെ ലക്ഷറി ഫ്ലാറ്റ് ഈ ഉമ്മാക്ക് താമസിക്കാനാണ്. 2020 വീണ്ടും ഇത്തവണ ഞാൻ ബ്രാൻഡ് മാറ്റിപ്പിടിച്ചു. ലോകം മുഴുവൻ കൊറോണ വന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന സമയമാണ്. 2020 ഓഗസ്റ്റ് 15 കോഴിക്കോട് EVM BMW ഷോറൂമാണ് ഇപ്പോഴത്തെ വേദി. വൈറ്റ് കളർ BMW X4 80 ലക്ഷം രൂപ വരെയുള്ള 84 ലക്ഷം രൂപ വരെയുള്ള BMW വൈറ്റ് കളർ X4ന്റെ ചാവി വീണ്ടും ഉമ്മാടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതൊക്കെ നമുക്ക് പറ്റും, ഉമ്മ കയ്യടിക്കലാണോ? കയ്യടിക്കണം. പണ്ട് തൈക്കാട് താമസിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാനെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കാറിന് വേണ്ടി മോഹിച്ചിട്ടുണ്ട്. ഉപ്പാക്ക് വയ്യാത്തത് ഒരു കാറിന് വേണ്ടി മോഹിച്ചിട്ടുണ്ട്. അതേ ഞാനിപ്പോ 3 മാസം മുമ്പ് എന്റെ 3ാമത്തെ കാറുണ്ട്, അതും വൈറ്റ് കളറാണ്. ഇവിടെ കാണാം ഹൈക്രോസ്. 3ാമത്തെ കാറിന്റെ ചാവി ഉമ്മാടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇതൊക്കെ നടക്കും. ആ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഉമ്മ ഇരുന്നിട്ട് തൃശ്ശൂരിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മനോട് പറഞ്ഞു, മോനെ ഈ കാർ കൊള്ളണം, അടിപൊളിയായിട്ടുണ്ട്, ഈ കാർ സൂപ്പറാണ്. ആലോചിക്കും ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസിനെ കണ്ടത്. ഞാൻ മാത്രമല്ല ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒക്കെ പണമില്ലാത്തതിന്റെ പേര്, ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തതിന്റെ പേര്, തറവാട്ട് മഹിമയില്ലാത്തതിന്റെ പേര്, പെണ്ണായതിന്റെ പേര് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അപമാനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ പേര്, മോഹങ്ങൾ പറഞ്ഞതിന്റെ പേര് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നു സധൈര്യം ഈ കൈകളൊന്നും നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ, കഥ പറയാനാണെങ്കിൽ ഇനിയും 1 മണിക്കൂർ എടുക്കും. തൈക്കാട് പെട്രോൾ ബങ്കിന്റെ മുന്നിൽ ഒരു കാറിന് വേണ്ടി കാത്തു നിന്ന ജിഷാദ് കൊറോണ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കേരളത്തിലേക്ക് ഒരു കാറിന്റെ കീ വെച്ച് കൊടുക്കാറുണ്ട്. 1 2 അല്ല, 200-ലധികം ആളുകൾക്കാണ് ഞാൻ കാറ് കൊടുത്തത്. 200-ലധികം ആളുകൾ.
ഒരു മഴ പെയ്താൽ 4-5 ബക്കറ്റുകൾ തിങ്ങി ഞെരുങ്ങിയിരുന്നിരുന്ന ഒരു റൂമിൽ താമസിച്ചിരുന്ന ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോ 1-2 അല്ല 7-ലധികം ആളുകളുടെ കയ്യിലേക്കാണ് ഒരു വീടിന്റെ ചാവി വെച്ച് കൊടുക്കുന്നത്. That is മോദിക്കൽ മാജിക്. അതാണ് മോദിക്കൽ മാജിക് എന്ന് പറയുന്നത്. അതാണ് ഈ ബിസിനസിന്റെ പവർ എന്ന് പറയുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ വെറുതെ ഒരു തൂഫാൻ റാലിയല്ല നമ്മൾ നടത്തിയതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏകദേശം ഒരു തൂഫാനൊക്കെ തുടങ്ങുന്നത്. This is തൂഫാൻ. ഹലോ, this is തൂഫാൻ. ഇതാണ് കൊടുങ്കാറ്റ്, മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ്. കാലങ്ങളായി മനസ്സിൽ അടക്കി പിടിച്ച വിഷമങ്ങളും പ്രശ്നങ്ങളും മോഹഭംഗങ്ങളും എല്ലാം കൊടഞ്ഞെറിയാൻ നിങ്ങളെ സഹായിക്കുന്ന മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ് ഇന്ന് പട്ടാമ്പിയിൽ എത്തി നിൽക്കുന്നത്. ഇനി നാളെ ഇത് കേരളം മുഴുവൻ ആഞ്ഞടിക്കും. കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. കേരളത്തിൽ ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ നെഞ്ചിൽ കൈവച്ച് പറയും, ഈ ബിസിനസ് മോഡൽ എന്റെ ജീവിതം മാറ്റി, ഈ കമ്പനി എന്റെ ജീവിതം മാറ്റി. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളും മാറണം. അതിന് ജഗദീശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. ഈ ബിസിനസ് മോഡലിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ തൂഫാൻ റാലി നമ്മൾ തിരിച്ച് ഡിസംബർ 14 എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേരളത്തിൽ മറ്റൊരു റാലിക്ക് കൂടെ തുടക്കം കുറിക്കുകയാണ്. ഒരു കേരള യാത്ര നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മനോഹരമായ യാത്ര കേരളത്തിന്റെ വടക്കേറ്റത്ത് നിന്ന്, കാസർഗോഡ് നിന്ന് ഈ വരുന്ന നവംബർ 10-ാം തീയതി ആരംഭിക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾക്ക് സബീർ മോദി നേതൃത്വം നൽകുന്ന ഈ ഒരു ആസാദി യാത്രയുടെ ഭാഗമായി മാറാൻ സാധിക്കും. ആ യാത്രയുടെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലീഡർ മിസ്റ്റർ ജിതു ചന്ദ്രനാണ്. സോ പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു മിസ്റ്റർ ജിതു ചന്ദ്രൻ. യെസ് ജിതു, പ്ലീസ് വെൽക്കം. അപ്പോൾ ജിതുവിന് നിങ്ങൾ എല്ലാവരുടെയും ഒരു ആശംസ കൊടുക്കണം. പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കൈകളിക്കണം, നല്ലൊരു കൈകളി. ജിതു, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് ഇനിഷ്യേറ്റീവ്. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാം, ഇത് ജിതു എന്ന് പറയുന്ന വ്യക്തിയുടെ ടീമിന് വേണ്ടിയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ജിതു എന്ന് പറയുന്ന വ്യക്തിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ അദ്ദേഹത്തിന്റെ ടീം ഡെവലപ്പ് ചെയ്യാനോ വേണ്ടിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ആലോചിക്കുക, നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഒരുപക്ഷെ ആദ്യം നിങ്ങളെ പലരും പരിഹസിച്ചേക്കാം, പലരും നിങ്ങളെ കളിയാക്കിയേക്കാം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെ അണിചേരുന്ന മനോഹരമായ കാഴ്ചയാണ് മോദിക്കൽ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഡിസംബർ 14 പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ കേരള യാത്രയിൽ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യണം. ഇതുവരെ എന്നെ ശ്രമിച്ച, എന്നെ കേട്ട, എന്നെ മനസ്സിലാക്കിയ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും 1000 നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.